ഡിയർ ഫ്രണ്ട്സ്, പെറ്റ് ലൈൻ ലീഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് പച്ചക്കറി വിത്തുകൾ സൂക്ഷിക്കുന്നത്, അത് കഴിഞ്ഞ് അതെങ്ങനെ മുളപ്പിച്ച് പാകുന്നു എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. പച്ചക്കറി വിത്ത് നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകത്ത് നടണം, അല്ലെങ്കിൽ അതിൻ്റെ അങ്കുരണശേഷി നഷ്ടപ്പെട്ടു. കൂടുതൽ കാലം അതിൻ്റെ അങ്കുരണശേഷി നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ ഒരു മാർഗമുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക. ഏകദേശം 2 വർഷം വരെ നമുക്ക് വിത്തുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഞാൻ ചെയ്യുന്നത് ഇതേപോലെ വിത്ത് ശേഖരിച്ചിട്ട് ചെറിയ കുപ്പിക്കകത്താക്കി ഡേറ്റും കൂടെ എഴുതി വെക്കും. അപ്പം നമുക്ക് അത് എത്രത്തോളം പഴക്കമുള്ളതാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ വിത്തുകളെല്ലാം ഇതുപോലെ ഡേറ്റൊക്കെ എഴുതി, തേങ്ങേരി വഴുതനയുടെ വിത്താണിത്, ഡേറ്റ് എഴുതി ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെയാണ് വിത്ത് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി, ഫ്രീസറിലൊന്നുമല്ല, അതിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് ഞാൻ വിത്ത് മുളപ്പിക്കുന്നത് മുളപ്പിക്കാനായിട്ട് ചെയ്ത് ഒരു 2-3 ദിവസം വെക്കും. 2-3 ദിവസം വെച്ചതിന് ശേഷമുള്ള വിത്ത് മുളച്ചത് ഇതിനകത്തുണ്ട്, ഇത് കാണിക്കാം. ഇതും അതെങ്ങനെയാണ് പിന്നെ അത് മാറ്റി നടുന്നതെന്നും കൂടെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ആദ്യം നമുക്കിത് വിത്ത് മുളപ്പിക്കാനായിട്ട് ഇടാം. അതിന് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രമാണ് എടുത്തത്. നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ടിഫിൻ ബോക്സ് ഒക്കെ ഇല്ലേ കുട്ടികളുടെ, അതെടുത്താൽ മതി. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വിത്ത്, ഇതിപ്പം പയറിൻ്റെ വിത്താണ്. എത്ര വിത്താണോ ആവശ്യമുള്ളത് അതെടുക്കുക. അതൊരറയിൽ പയറിൻ്റെ വിത്തിട്ടു. അതുപോലെ തന്നെ ഇത് അമര വിത്താണ്. ബീൻസിന്റെ വിത്താണ്. ഞാൻ പ്രത്യേകം ഇടുന്നത് നമുക്ക് വിത്തുകൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഇടുന്നത്. ഇത് ചീനി അമരയുടെ വിത്താണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വിത്തുകൾ എത്രയുണ്ടോ, വെണ്ട വിത്ത്, ഏത് വിത്ത് വേണമെങ്കിലും നമ്മളിങ്ങനെ ഇടുക. ഇട്ടതിന് ശേഷം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കും. കണ്ടോ, ഇതിനകത്തൊക്കെ ഇപ്പം വിത്ത് ഇടും. എല്ലാം ഇപ്പം ഇതിനകത്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അതിനുശേഷം നമ്മൾ ഭംഗിയായിട്ട് ഇത് അടച്ചങ്ങ് ഒരു തണലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. വെച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കും. അതിനുശേഷം ഇത് വിത്ത് എങ്ങനെയാണ് ടിഷ്യൂ പേപ്പറിൽ മാറ്റുന്നത് കൂടെ കാണിച്ചു. അതിനിട്ട് ഞാൻ തിരിച്ചങ്ങ് ഒരു അരിപ്പയിൽ ഇങ്ങനെ അരിച്ചൊഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പറിൽ ഈ വിത്ത് ഇടണം. വിത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്ന് പൊതിയുക. പൊതിഞ്ഞ് ഇത് കണ്ടോ, ഞാൻ പൊതിഞ്ഞ് വെച്ചേക്കുന്ന കണ്ടോ, മുളയ്ക്കാനായിട്ട് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ അടുക്കുക. അങ്ങനെ അടുക്കിയതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൽ വെക്കില്ലേ, ഒരു സ്പ്രേയറിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം നനവ് അതിൻ്റെ താഴെയും ആ പാത്രത്തിൻ്റെ താഴെയെല്ലാം സ്പ്രേയിലൊന്ന് അടിക്കുക. ഇതേപോലാണ് വിത്ത് അടുക്കേണ്ടുന്നത്. ആ പാത്രം നനയത്തക്ക വിധത്തിൽ സ്പ്രേ വെച്ച് ഞാനിപ്പോൾ വിത്ത് എടുക്കേണ്ടുന്നതുകൊണ്ടാണ് ഇത് നനയ്ക്കാത്തത്. അത് നമ്മൾ അടച്ച് തണലുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. 2-3 ദിവസം ആകുമ്പോഴത്തേക്ക്, ഇടയ്ക്ക് ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ തുറന്നൊന്ന് നോക്കണം. നനവ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കോരി ഒഴിക്കരുത്, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 3 ദിവസം. ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് വെച്ചതാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം അതിന് വിത്തുകൾക്ക് എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, ഇത് വേര് വെളിയിൽ നിന്ന് കാണാം. അതിൻ്റെ കണ്ട വേര് വന്നിരിക്കുന്നുണ്ടോ, വെണ്ടയുടെ വിത്താണ്. അപ്പം മുളച്ച വിത്ത് മാത്രം നമുക്ക് എടുത്താൽ മതി. ഇത് വെണ്ടയുടെ വിത്ത്. പയറ് വിത്ത് കണ്ടോ,
ദാ പയർ വിത്ത് മുളച്ചിരിക്കുന്നുണ്ടോ? നമുക്ക് മുളച്ച വിത്ത് മാത്രം പാകി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പാകുന്ന വിത്തുകളെല്ലാം നമുക്ക് കിട്ടും. പയറിന്റെ വിത്ത്, ബീൻസിന്റെ വിത്ത്, അമര വിത്ത് ഉണ്ടോ? ഇത് ഒന്ന് രണ്ടെണ്ണ മൂന്നെണ്ണേ മുളച്ചോളൂ. അപ്പൊ അത് പാകിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചാൽ മതി. അമര വിത്ത് മുളച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചതുപോലെ 1-2 ദിവസം കൂടെ സൂക്ഷിക്കുക. വെണ്ട ഉണ്ടോ? ഇതാ നേരത്തെ ഞാൻ കാണിച്ചത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇത് സാദാ വെണ്ട. ഇത് കണ്ടോ, നമ്മുടെ മുളക് വിത്ത്, കാശ്മീരി മുളകിന്റെ വിത്ത് ഞാൻ വിട്ടതാണ്. അതെന്താ എല്ലാം മുളച്ചു വന്നിട്ടുണ്ട് കണ്ടോ. ഇനി കാശ്മീരി മുളകിന്റെ ഈ വിത്ത് നമ്മൾ സീഡ് ട്രേ ഇല്ലേ, അതിനകത്ത് മണ്ണ് നിറച്ച് നമുക്ക് വെച്ചു കൊടുത്താൽ മതി. നമ്മൾ വെച്ചു കൊടുക്കുമ്പം സൂക്ഷിക്കേണ്ടുന്നത്, ഞാനിപ്പോൾ പയർ വിത്ത് എങ്ങനെയാണ് ഇവിടെ നടുന്നതെന്ന് കാണിച്ചു തരാം. പയർ വിത്ത് നേരിട്ട് ഞാൻ അങ്ങ് ഗ്രോ ബാഗിലോട്ട് നടുകയാണ്. നമ്മൾ നടുമ്പോൾ ഇതാ നോക്കിക്കേ, ഈ വേര് പൊട്ടിപ്പോകാതെ ഇതിനകത്ത് നിന്ന് എടുത്ത് ചെറിയ ഒരു കുഴി പോലെ എടുത്ത് വേര് താഴെ വരത്തക്ക വിധത്തിൽ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ മതി. ഒരു വിത്തായി. രണ്ടാമത് വേര് താഴെ വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ നടാൻ. ഇത് വെച്ച് ഒരുപാട് അങ്ങ് താഴ്ന്നു പോകരുത്, വെച്ച് മണ്ണിട്ട് കൊടുക്കുക. ഞാൻ പയറ് 3 വിത്തുകൾ ഒരു ഗ്രോ ബാഗിൽ 3 വിത്ത് നടും കണ്ടോ. ഒരുപാട് താഴത്തിൽ പോകാതെ ആ വേര് താഴോട്ട് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കുക. ഇനി ഞാൻ വെണ്ടയൊക്കെ ഇതിനകത്ത് ആണ് നടുന്നത്. ചെറിയ കവർ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിനകത്ത് മണ്ണ് നിറച്ച് തൈ ഒരുവിധം ഒക്കെ ആയതിനു ശേഷമാണ് ഗ്രോ ബാഗിലോട്ട് മാറ്റി നടുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പിന്നെ വെണ്ട വിത്ത്, അതും ഇതുപോലെ മുളച്ചു വന്ന വെണ്ട വിത്ത്, അതിൻ്റെ മുള, അതായത് വേര് താഴെ പോത്തക്ക വിധത്തിൽ ആണ് നമ്മൾ നടേണ്ടത്. ചെറിയൊരു ഇതെടുത്ത് ഒരുപാട് അങ്ങ് താഴ്ന്നു പോകരുത്, വേര് താഴോട്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. കണ്ടോ, ഈ വേര് മാത്രം താഴെ പോകത്തക്ക വിധത്തിൽ, ഒരുപാട് താഴ്ച പോകാതെ ഇങ്ങനെ നടുക. നമ്മുടെ മുളക് വിത്തെല്ലാം നമുക്ക് സീഡ് ട്രേയിൽ നട്ടതിന് ശേഷം പിന്നെ അത് ഇതുപോലെ ഞാൻ കവറിലാക്കി ഒന്ന് വളർത്തിയെടുത്തതിന് ശേഷമാണ് ഗ്രോ ബാഗിലോ തറയിലോ ഒക്കെ മാറ്റി നടുന്നത്. വിത്ത് പാകിയതിന് ശേഷം നമ്മൾ സ്യൂഡോമോണാസ് ലായനി ഒരു കുറച്ച്, സാധാരണ വലിയ പ്ലാന്റുകൾക്ക് 20 ഗ്രാം 1 ലിറ്ററിലാണ്. അപ്പം നമ്മുടെ വിത്തല്ലേ, വളരെ കുറച്ച് സ്യൂഡോമോണാസ് ലായനി ഒന്ന് കലക്കി അതിൻ്റെ പുറത്തൊന്ന് തളിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ വിത്ത് നടുമ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മണ്ണേ എടുക്കാവുള്ളൂ. കാരണം ഇത് മുളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന മണ്ണും വളവും ഒക്കെ അതിനകത്ത് കയറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഇങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുകയും മാറ്റി നടുകയൊക്കെ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗപ്രദമാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.